MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അമ്മ പുഴയിലെറിഞ്ഞ 4 വയസ്സുകാരി മരിക്കുന്നതിന്റെ തലേന്നും പീഡിപ്പിക്കപ്പെട്ടു. സ്വകാര്യ ഭാഗത്ത് മുറിവുകളെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയായ കുഞ്ഞ് ബന്ധുവിൽ നിന്നും നേരിട്ടത് ക്രൂരമായ പീഡനം. കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം പോലും കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കുഞ്ഞിന്റെ അടുത്ത ബന്ധു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മകനെയും കൂട്ടുകാരെയും 4 അംഗ സംഘം മർദ്ദിച്ചെന്ന് സന്തോഷ് കീഴാറ്റൂർ. ആക്രമിച്ചത് BJP പ്രവർത്തകരെന്ന കുട്ടികൾ. നടൻ സന്തോഷ് കീഴാറ്റൂരിന്റെ മകനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചെന്ന് പരാതി. കണ്ണൂർ തൃച്ചംബരത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. സന്തോഷിന്റെ മകനെയും കൂട്ടുകാരെയും 4 അംഗ സംഘം ആക്രമിച്ചിരുന്നു. തങ്ങളെ ആക്രമിച്ചതിന് പിന്നിൽ BJP പ്രവർത്തകരാണ് എന്നാണ് മർദ്ദനമേറ്റ യദു സായന്ത് പറഞ്ഞത്. ഡൽഹിയിൽ പാക് ഭീകരാക്രമണ പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. 2 പേർ അറസ്റ്റിൽ. ഡൽഹിയിൽ പാക് ചാര സംഘടനയുടെ ആക്രമണ പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തു. ISI ചാരൻ അൻസാറുൽ മിയ അൻസാരി അടക്കം 2 പേർ പിടിയിലായി. നിർണായക രേഖകളും കണ്ടെത്തി. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും ശൃംഖലയിൽ ഭാഗമാണ് എന്നാണ് സൂചന. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. KPCC പ്രസിഡന്റ് ആകുവാൻ കഴിവുണ്ടായിരുന്ന K മുരളീധരനെ അവഗണിച്ചു പത്മജ വേണുഗോപാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റിൽ ഒതുങ്ങുമെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരരംഗത്തിറക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ വയോധിക മരിച്ചു. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം നടന്നത്. 75 വയസ്സുകാരിയായ മേരിയാണ് മരിച്ചത്. കുട്ടനാട്ടിൽ അരും കൊല. സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കുത്തിക്കൊന്ന് ഭർത്താവ്. കുട്ടനാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. രാമങ്കരി വേഴപ്ര ചിറയിൽ അകത്തെ പറമ്പിൽ മതിമോളാണ് കൊല്ലപ്പെട്ടത്. രാത്രി 10:30യോടെയാണ് സംഭവം നടന്നത്. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമായത്. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുകയായിരുന്നു ദമ്പതികൾ. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കേസൊതുക്കുവാൻ ഇഡിക്ക് കോഴ. പ്രതികൾ കോഴപ്പണം കൊണ്ട് ആഡംബര വീടുകളും സ്ഥലവും വാങ്ങിക്കൂട്ടിയെന്ന് വിജിലൻസ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിയായ കോഴക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ 4ാം പ്രതി ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യർ കൊച്ചി നഗരത്തിൽ ആഡംബര വീട് സ്വന്തമാക്കിയെന്നും ഇതിനായി കോഴപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് കണ്ടെത്തൽ. രാജസ്ഥാൻ സ്വദേശി മുകേഷ് കുമാർ പുത്തൻവേലിക്കരയിൽ 1.5 ഏക്കർ സ്ഥലം വാങ്ങി. കൈക്കൂലിയിൽ നിന്നും ലഭിച്ച കമ്മീഷൻ ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. രാജ്യത്തെ പിടിച്ചുലച്ച പഹൽഗാം ആക്രമണത്തിന് 1 മാസം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ സന്ധിയില്ലാ പോരാട്ടം തുടരുന്നു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം. 26 വിനോദസഞ്ചാരികളാണ് ബൈസൺ താഴ്വരയിൽ ഉറ്റവരുടെ മുൻപിൽ വച്ച് പാക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു വീണത്. പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കി. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.